PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC, LGS പരീക്ഷകൾക്കായുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നൽകി വരുന്നത്. കൃത്യമായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇതറിയാം അല്ലേ? ചില സാഹചര്യങ്ങൾ കാരണം നമ്മുടെ മിസ്സിന് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും തന്നെ ക്ലാസ്സുകൾ നഷ്ടപ്പെടരുത് എന്നുള്ള നമ്മുടെ മിസ്സിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്തിലെ പോക്സോ ആക്ട് എന്ന പാഠ്യഭാഗത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടെയാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രധാനപ്പെട്ട വകുപ്പുകളും കൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കത് നോക്കാം. പോക്സോ ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ. അപ്പോൾ എന്താണ് പോക്സോ ആക്ട്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ശിക്ഷകൾ. ലൈംഗിക അതിക്രമങ്ങൾക്കും ലൈംഗിക പീഡനങ്ങൾക്കും കഠിനമായ ശിക്ഷകളും പ്രതികളുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയിലുള്ള വേർതിരിവും കൂടുതൽ പ്രായമുള്ള പ്രതികൾക്ക്, അതായത് 16 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പ്രതികൾക്ക് അതികഠിനമായ ശിക്ഷകളും നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. പ്രധാനപ്പെട്ടവയെല്ലാം പഠിച്ച ശേഷം നമുക്കൊന്ന് ഓർഡറിൽ എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ഒന്നുകൂടി പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സെക്ഷൻ 7 നോക്കാം. സെക്ഷൻ 7 സെക്ഷൽ അസാൾട്ട്. സെക്ഷൽ അസാൾട്ട് എന്നത് പോക്സോ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നാണ്. കുട്ടിയുടെ വ്യക്തിഗത ഭാഗങ്ങളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരഭാഗത്തെ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റകൃത്യമാണ് സെക്ഷൽ അസാൾട്ടിന് കീഴിൽ കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 8 ഈ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷ പരാമർശിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 3 വർഷം വരെ തടവും പരമാവധി 5 വർഷം വരെ തടവും പിഴയും ചുമത്താവുന്ന കുറ്റമാണിതെന്നാണ് നിർവചിച്ചിട്ടുള്ളത്. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. സെക്ഷൻ 3 പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചാണ്. ഈ നിയമത്തിലെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ് സെക്ഷൻ 3 പരാമർശിക്കുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ ഈ വിഭാഗത്തിൽ എന്താ വരുന്നത് നോക്കാം. കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ലൈംഗിക അവയവം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അന്യ വസ്തുക്കൾ ഉപയോഗിച്ചോ കടന്നു കയറുകയോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 3 പറയുന്നത്. ഇത്രയും പൈശാചികമായിട്ടുള്ള ഈ ഒരു കുറ്റകൃത്യത്തിന് കുറഞ്ഞത് 10 വർഷം വരെ തടവും പരമാവധി ജീവപര്യന്തം തടവും പിഴയും ചുമത്താമെന്ന് സെക്ഷൻ 4 പ്രകാരമുള്ള ശിക്ഷാവിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 3 കുറ്റകൃത്യവും സെക്ഷൻ 4 അതിൻ്റെ ശിക്ഷാവിധിയുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, പരമാവധി ശിക്ഷ ജീവപര്യന്തം, ഏറ്റവും കുറഞ്ഞത് 10 വർഷം വരെ തടവാണ്. സെക്ഷൻ 9 അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്നത് സാധാരണ സെക്ഷൽ അസോൾട്ടിനേക്കാൾ ഗുരുതരമായ രീതിയിൽ കണക്കാക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറ്റകൃത്യത്തിനായി പറയുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോടുള്ള ഏതൊരു ലൈംഗിക അതിക്രമവും അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന് കീഴിലാണ് വരുന്നത്. വളരെ ഗൗരവമുള്ളൊരു കുറ്റകൃത്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോടുള്ള ലൈംഗിക അതിക്രമം. അതുപോലെ മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളോടുള്ള ഏതൊരു തരത്തിലുള്ള ലൈംഗിക അതിക്രമവും സെക്ഷൻ 9 കീഴിലാണ് പറയുന്നത് കേട്ടോ. ഈ കുട്ടിയുടെ സാഹചര്യം മുതലെടുത്തുകൊണ്ടുള്ള ലൈംഗിക അതിക്രമവും ഈ സെക്ഷന് കീഴിൽ തന്നെ വരുന്ന കുറ്റകൃത്യമാണ്. അതായത് ഇപ്പോൾ പറയുമ്പോൾ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ സാമുദായിക ലഹള തുടങ്ങിയ അവസരങ്ങളിലുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ ആളുകളില്ലാത്ത കുട്ടികളെ അവരുടെ നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു അക്രമം ഉണ്ടല്ലോ, അങ്ങനെ നിസ്സഹായ അവസ്ഥയിലുള്ള കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമവും അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിന് കീഴിലാണ് പറയുന്നത് കേട്ടോ. മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു കുട്ടിയെ ശല്യം ചെയ്യുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കുട്ടിയോടുള്ള ലൈംഗിക അതിക്രമം, ആ കുട്ടി നിസ്സഹായ അവസ്ഥയിലായിരിക്കാം, കുട്ടിയോടുള്ള നിസ്സഹായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ടുള്ള ലൈംഗിക അതിക്രമം അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് സെക്ഷൻ 9 കീഴിൽ തന്നെ വരുന്ന കാര്യമാണ്.
ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, നിയമപരമായും ധാർമ്മികപരമായും കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടവർ തന്നെ പ്രതിയാകുന്ന സാഹചര്യം. നമ്മൾ കേട്ടിട്ടില്ലേ, വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടിയെ ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, സൈനികർ എന്നിവർ കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുമ്പോഴുണ്ടാകുന്ന കുറ്റകൃത്യം സെക്ഷൻ 9 പ്രകാരമാണ് നിർവചിച്ചിട്ടുള്ളത്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോഴും, രക്ഷിതാക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോഴും, ആശുപത്രി ജീവനക്കാർ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുമ്പോഴും ഉള്ള ശിക്ഷാവിധികളും മറ്റ് കാര്യങ്ങളും അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിൻ്റെ കീഴിലാണ് വരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ, പബ്ലിക് സർവൻ്റ്, ബന്ധു, സ്റ്റാഫ്, കുടുംബാംഗം എന്നിവയെല്ലാം പ്രതിയായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന സെക്ഷൻ 9 സെക്ഷൻ 9 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന്, അതായത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന കുറ്റകൃത്യത്തിന് ഏറ്റവും കുറവ് 5 വർഷം വരെ തടവും പരമാവധി 7 വർഷം വരെ തടവോ പിഴയോ ചുമത്താമെന്ന് സെക്ഷൻ 10 പ്രകാരമുള്ള ശിക്ഷാ നടപടിയിൽ പറയുന്നുണ്ട്. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ 5, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നത് നിയമപ്രകാരം കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ നിയമം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതിനായിട്ടുള്ള ശക്തമായ നിയമപരമായ സംരക്ഷണങ്ങൾ നൽകുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ ശാരീരികമായും മാനസികവുമായുള്ള ആരോഗ്യത്തെ മാരകമായി ബാധിക്കുന്ന ഒരു കുറ്റകൃത്യമായതിനാൽ തന്നെ കഠിനമായ ശിക്ഷകളാണ് ഈ ഒരു സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് നൽകുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ അതിതീവ്രമായ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 5 പരാമർശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ വളരെ ചുരുക്കി പറയാം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണിത്. പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിൽ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ, പ്രതി കുട്ടിയുടെ പരിചാരകനാണെങ്കിൽ, അതായത് കുട്ടിയുടെ രക്ഷാധികാരിയോ അധ്യാപകനോ ആശുപത്രി സ്റ്റാഫോ അല്ലെങ്കിൽ കുട്ടിയുടെ സംരക്ഷണത്തിനായി നിയമിച്ച മറ്റാരെങ്കിലും ആണെങ്കിൽ. ഇനി പ്രതി കുടുംബം അല്ലെങ്കിൽ ബന്ധുവാണെങ്കിൽ, പ്രതി കുട്ടിയുടെ കുടുംബാംഗമോ അല്ലെങ്കിൽ ബന്ധുവോ ആണെങ്കിൽ എല്ലാം തന്നെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സെക്ഷൻ 5 പ്രകാരം അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് കീഴിലാണ്. അതീവ ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ അതികഠിനമായ ശിക്ഷയാണ് സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് നൽകുന്നത്. അപ്പോൾ എന്താണ് ശിക്ഷയിൽ വരുന്നത്? ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ വരെ നൽകാം. അതായത് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെല്ലാം പരിഗണിച്ച ശേഷം കുറ്റകൃത്യം അത്യന്തം ഗുരുതരമായി കണക്കാക്കിയാൽ മരണശിക്ഷ വരെ നൽകാൻ പോകുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് സെക്ഷൻ 5 പ്രകാരം അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന കുറ്റകൃത്യത്തിന് കീഴിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അവയെല്ലാം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു മറ്റ് ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്ത് നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെക്ഷൻ 1 ഇനി പറയാൻ പോകുന്നത്. എന്താണ് പോക്സോ നിയമപ്രകാരമുള്ള സെക്ഷൻ 1 പറയുന്നത്? സെക്ഷൻ 1 പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും പ്രതിപാദിക്കുന്ന വകുപ്പാണ്. എന്താണ്? പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും പ്രതിപാദിക്കുന്ന വകുപ്പ്. ഈ നിയമത്തിന് ഇന്ത്യ മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. നിലവിലെ ജമ്മു കാശ്മീരിനും ഈ നിയമം ബാധകമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിലെ ജമ്മു കാശ്മീരിനും ഈ നിയമം ബാധകമാണ്. ഇനി സെക്ഷൻ 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കൂടുതലായി ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി വിശദമായി തന്നെ പഠിച്ചതാണ്. ഇനി സെക്ഷൻ 4 തൊട്ടുമുകളിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 3 പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 1? പോക്സോ നിയമത്തിൻ്റെ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും പ്രതിപാദിക്കുന്ന വകുപ്പാണ്. സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 4 പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്.
ഈ വകുപ്പുകളുടെ ഒരു ആഡ് ഓൺ ആയിട്ട് പറയാം. 2012 നിയമപ്രകാരം ശിക്ഷ എന്നത് കുറഞ്ഞത് 7 വർഷവും കൂടിയത് 10 വർഷവും ആയിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ പറയുണ്ടായി കുട്ടിയുടെ പ്രായവും കുറ്റം ചെയ്ത ആളുടെ ശിക്ഷയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത്. 2019 ഭേദഗതിയിൽ എന്താ വന്നത്? 2019 ഭേദഗതി പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നത് ആരായാലും തന്നെ 20 വർഷത്തിൽ കുറയാത്ത തടവു ശിക്ഷയും അത് ചിലപ്പോൾ ജീവപര്യന്തം വരെ ദീർഘിപ്പിക്കാവുന്നതും അതുകൂടാതെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എന്ന് 2019 ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിനിരയാക്കിയാൽ 20 വർഷത്തിൽ കുറയാത്ത തടവു ശിക്ഷയും അത് ചിലപ്പോൾ ജീവപര്യന്തം വരെ ദീർഘിപ്പിക്കാവുന്നതും കൂടാതെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കേട്ടോ. അതുപോലെ സെക്ഷൻ 4 സബ് ക്ലോസ് 3 പ്രകാരം പറയുന്നുണ്ട്, പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴ ഇരയായ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾക്കായിട്ടും പുനരധിവാസത്തിനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് എന്ന്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഒന്നുകൂടി പറയാം. 2012 നിയമപ്രകാരം ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷമായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയിൽ 20 വർഷത്തിൽ കുറയാത്ത തടവു ശിക്ഷയും അത് ജീവപര്യന്തം വരെ ദീർഘിപ്പിക്കാവുന്നതായും കൂടാതെ പിഴയും നൽകാവുന്ന കുറ്റമായിട്ട് മാറ്റിയിട്ടുണ്ട്. സെക്ഷൻ 4(3) പ്രകാരം പിഴ ഇരയായ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾക്കായി ഉപയോഗിക്കാവുന്നതാണ് എന്നും പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ള 2 കുറ്റകൃത്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സെക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞവയാണ്, എന്നാലും അവ മാറിപ്പോവാതെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒന്നും കൂടി പറയുകയാണ്. പോക്സോ നിയമത്തിൻ്റെ സെക്ഷൻ 5(6) പ്രകാരമുള്ള ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ, അതായത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ 20 വർഷം വരെ കഠിന തടവ് മുതൽ ജീവപര്യന്തം തടവ് വരെയും അല്ലെങ്കിൽ പിഴയും അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ സെക്ഷൻ 9(10) പ്രകാരം അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. സെക്ഷൻ 5(6) പ്രകാരം 20 വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയോ തന്നെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 5(6) പ്രകാരം ഉള്ളത്. മാറിപ്പോരുത്. സെക്ഷൻ 9(10) അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള തടവും പിഴയുമാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള സെക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ളവയാണ്. നമ്മൾ ചിലതൊക്കെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം എന്നേ ഉള്ളൂ. എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സെക്ഷൻ 7 ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 7 അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിശദമായി തന്നെ നമ്മൾ പറഞ്ഞു. സെക്ഷൻ 7 ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 8 എന്താണ്? ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതും നമ്മൾ ഓൾറെഡി സെക്ഷൻ 7 കൂടെ തന്നെ പറയുകയുണ്ടായി. ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇനി അതിൽ ശിക്ഷ എന്തായിരുന്നു? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ ലഘു അല്ലെങ്കിൽ കഠിന തടവു ശിക്ഷയും കൂടാതെ പിഴയുമാണ് ഈ സെക്ഷൻ 7 കീഴിൽ വരുന്ന കുറ്റകൃത്യത്തിന് നൽകുന്നത് കേട്ടോ. അടുത്തതായി വരുന്നത് സെക്ഷൻ 11 ആണ്. സെക്ഷൻ 11 ലൈംഗിക പീഡനം അല്ലെങ്കിൽ ഹരാസ്മെൻറ്റ്, സെക്ഷുവൽ ഹരാസ്മെൻറ്റ്. നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം വഴിയോ പല പ്രാവശ്യമായോ നിരന്തരമായോ ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതിനുള്ള കുറ്റകൃത്യം, അതിനുള്ള ശിക്ഷാവിധികളും പറയുന്നത് സെക്ഷൻ 9 കീഴിൽ വരുന്ന കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു കുറ്റകൃത്യം ഏത് സെക്ഷന് കീഴിലാണ് വരുന്നത്? സെക്ഷൻ 11 കീഴിലാണ് വരുന്നത്. സെക്ഷൻ 12 ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12. എന്താണ് ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്? സെക്ഷൻ 11 അതിനുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് സെക്ഷൻ 12 ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12 പരാമർശിക്കുന്നത്. എന്താണ് ശിക്ഷ? ശിക്ഷ എന്നത് 3 വർഷം വരെ ആകാവുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയുമാണ് സെക്ഷൻ 11 കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്നത്.
അപ്പോൾ എന്താണ് ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിനുള്ള ശിക്ഷ? 3 വർഷം വരെ ആകാവുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയും. കൃത്യമായി ഓർത്ത് വെക്കണേ. 3 വർഷം വരെ ആകാവുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയും കൂടാതെ പിഴയുമാണ് സെക്ഷൻ 11 കീഴിൽ ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിനായിട്ടുള്ള ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. അടുത്തത് സെക്ഷൻ 16 എന്താണ് സെക്ഷൻ 16 പറയുന്നത്? കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 16. പോക്സോ ആക്ട് പ്രകാരം സെക്ഷൻ 16 കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് കൃത്യമായി ഓർത്തു വയ്ക്കാനാണ് ഈ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 22 നോക്കാം അടുത്തതായിട്ട്. സെക്ഷൻ 22 വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 22. പോക്സോ നിയമപ്രകാരമുള്ള സെക്ഷൻ 22 എന്താണ് പറയുന്നത്? വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ആയിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 22. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ സെക്ഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ സംസാരിച്ച് ചർച്ച ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാജ പരാതിയെക്കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ എന്താണ് വ്യാജ പരാതിയെക്കുറിച്ച് പറഞ്ഞ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 22. സെക്ഷൻ 22 വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 22. അപ്പോൾ വ്യാജ പരാതി നൽകിക്കഴിഞ്ഞാൽ അയാളെ 6 മാസം വരെ തടവിനോ പിഴയ്ക്കോ രണ്ടിനും കൂടിയോ ശിക്ഷിക്കാനാവുന്നതാണ് എന്ന് നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാജ പരാതി ഒരു കുട്ടിക്കെതിരാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ, ഒരു കുട്ടിക്കെതിരെയാണ് ഈ വ്യാജ പരാതി നൽകിയിട്ടുള്ളത് എങ്കിൽ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് കേട്ടോ അത്. എന്നാൽ ഒരു കുട്ടിയാണ് ഈ വ്യാജ പരാതി നൽകിയതെങ്കിലോ ഇതിന് ശിക്ഷ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വ്യാജ പരാതി നൽകിയാൽ അയാളെ 6 മാസം വരെ തടവിനോ പിഴയ്ക്കോ അല്ലെങ്കിൽ രണ്ടിനും കൂടിയോ ശിക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഒരു കുട്ടിക്കെതിരായിട്ടാണ് നൽകുന്നതെങ്കിൽ 1 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇനി ഒരു കുട്ടിയാണ് വ്യാജ പരാതി നൽകിയതെങ്കിൽ ശിക്ഷയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അവസാനമായിട്ട് നമ്മൾ ഒരു വകുപ്പ് കൂടി പഠിച്ച് ഈ ഒരു ഭാഗം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഏതാണ് ആ വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 23. സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. പോക്സോ നിയമപ്രകാരം മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 23. ഏതോ ഒരു അധ്യാപകൻ്റെ കോഡാണ്, എൻ്റേതല്ല. ന്യൂസ് 24 എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലേ, അപ്പോൾ മാധ്യമങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 24 എന്നത് 23 ആക്കുകയാണെങ്കിൽ സെക്ഷൻ 23 എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പായി ഓർത്തിരിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് സെക്ഷൻ 23 എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് ഈ വകുപ്പിൽ പറയുന്നത്? പൂർണ്ണവും ആധികാരികവുമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളും ഒരു കുട്ടിയുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ സ്വകാര്യതയ്ക്കോ ഭംഗം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 23 കേട്ടോ. എന്തായിരുന്നു? പൂർണ്ണവും ആധികാരികവുമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളും ഒരു കുട്ടിയുടെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും ഭംഗം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് സെക്ഷൻ 23 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 23 മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. ഇനി എവിടേക്കോ കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് 2019 പോക്സോ ഭേദഗതി പ്രകാരം എത്ര സെക്ഷനുകളിൽ ഭേദഗതി വരുത്തി എന്നുള്ളത്. അപ്പോൾ ആ നമ്പർ ഒന്ന് ഓർത്തിരിക്കുക. എങ്ങാനും ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കത് മിസ് ചെയ്യാൻ പാടില്ല. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം 10 സെക്ഷനുകളിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. എത്ര സെക്ഷനുകളിൽ ഭേദഗതി വരുത്തി? 10 സെക്ഷനുകളിലായിട്ടാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ PSCയുടെ സിലബസ് പ്രകാരമുള്ള പോക്സോ ആക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസസ് എന്ന് പറയുന്ന ഒരു ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഈ 2 ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ച് പഠിച്ച് എഴുതിയെടുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീണ്ടും ഇത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. അതിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ച് നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഇനിയും കൃത്യമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.